ഇന്ന് അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ടീം നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളും കഴിക്കാനായിട്ട് പോവാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചോറും ഇതെന്തരേ എല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ബിന്ദു ചേച്ചിയൊക്കെ കണ്ടില്ലേ? ഇതെന്താണ്? കിസ്മിസ്, ചോറ്, ബ്രെഡ്, മുട്ട, ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ. ഐ എം ഗുഡ്. സെറ്റ്. അയ്യ, ഹലോ. ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഇതിൻ്റെ മെനുവിൽ മെയിൻ കോഴ്സായിട്ട് ഇവർ ഒരു റൈസ്, അതുപോലെ തന്നെ മെഴുക്കുവരട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോസേജ്, മുട്ട, അങ്ങനെ കോമ്പിനേഷൻസ് വല്ലാത്തൊരു കോമ്പിനേഷൻസാണ്. പക്ഷേ ഒരുപാട് സലാഡുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സലാഡ്സ്, വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ്. തക്കാളി ആണെങ്കിലും ചീര പോലത്തെ സാധനം, മുളക്, വലിയ മുളക്, അങ്ങനെ പല സാധനങ്ങൾ. അതൊക്കെ ഹെവിയാണ്, അടിപൊളിയാണ്. ഫ്രൂട്ട്സൊക്കെ ഫ്രഷ് ഫ്രൂട്ട്സാണ്, നല്ല ഫ്രൂട്ട്സാണ് കേട്ടോ. ഇതൊക്കെ എടുത്തു പറയേണ്ട സംഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇതുപോലുള്ള ഗംഭീരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതൊരു 3 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട സ്ഥലമാണ്. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ രസമാണ്. പിന്നെ ഞങ്ങളുടെ ഇന്റൽ മണിയുടെ ടീമിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നിർത്തി. ഇതൊരു വലിയ ഹൈവേ ആണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ടീമിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പക്ഷേ ഇതൊന്നും നിങ്ങളെ കാണിക്കാതിരിക്കാൻ വയ്യ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഒരു നല്ല വെയിലുണ്ട്, പക്ഷേ ഇവിടെ ഒരു നല്ല തണുപ്പാണ്. ഓവർ തണുപ്പുമല്ല, നല്ല സുഖം, ഭയങ്കര അടിപൊളി. ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു അടിപൊളി സ്പേസ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടോ, ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. കുറച്ച് നേരത്തെ മുമ്പ് ഒരു ഗുഡ്സ് പോയി, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 100% പറയുന്നു, അസർബൈജാൻ ഫാമിലീസിന് പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വരാം. നമ്മളുടെ സ്കൈ ഡേയ്സ് ആണ് നമ്മളുടെ ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത്. അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ ധൈര്യമായിട്ട് സ്കൈ ഡേയ്സിൻ്റെ നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. ഷാരോണാണ്. ഷാരോണിന് വരാൻ പറ്റില്ല, അതിന് പകരം ഇന്ന് കബീറാണ്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം, നല്ല സുഖമുള്ള ഒരു തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ട്രിപ്പിൻ്റെ ഷഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള പോക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും ഫുൾ കാടാണ് കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ഫുൾ കാടും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. വെറൈറ്റി സാധനങ്ങളല്ലേ? ആരുടെ ഒരു കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് കൂടുമെന്നുള്ളൂ. നമ്മൾ ഈ അസർബൈജാനിൽ വന്നിട്ട് ഒരു ലോക്കൽ അവരുടെ ഫുഡാണ് നമ്മൾ കഴിച്ചത്. ആദ്യം ഒരു സൂപ്പ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ സലാഡുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രെഡ് ഐറ്റം ഉണ്ടായിരുന്നു. സോ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെടാൻ സാധ്യത കുറവുള്ള സാധനങ്ങളാണ്. പിന്നെ അതിലുള്ള ഗ്രിൽ ഐറ്റംസ് ഓക്കെയാണ്, ചിക്കനും ഒക്കെ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാതെ ഈ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവർ കഴിച്ചു. അത് രസമായിരുന്നു. ഫ്രഷാണ്, ഒരു ഡിഫറൻ്റ് ആണ്. സൂപ്പ് നമ്മൾ വിചാരിച്ച പോലെയല്ല. ഓക്കെ. പിന്നീട് ഒരു വെജിറ്റബിൾ ഐറ്റമാണ്, ഒരു ഡിഷാണ് വന്നത്. ഈ പൊട്ടറ്റോയും പിന്നെ നമ്മളുടെ വഴുതനങ്ങ,
അങ്ങനെയുള്ള എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഒരു ഐറ്റമായിരുന്നു. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഗ്രിൽ ഐറ്റം അടിപൊളിയായിരുന്നു. അതിനവിടെ ഇടിയുമായിരുന്നു, കബാബും ചിക്കനും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഒരു കട്ടൻ ചായ, ഒരു ലെമൺ ടീ പോലത്തെ ഒരു സാധനമാണ്. കാവയാന്ന് വിചാരിക്കാം, പക്ഷെ അങ്ങനെയല്ല, ഒരു കട്ടനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സാധനം. അതും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഏകദേശം സെറ്റായി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഷഹദാഗിലേക്ക് ഇനി ഒരു 1 hour ട്രാവലും കൂടി ഉള്ളൂ. പക്ഷെ പോകുന്ന വഴി ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിനേക്കാളും ഭംഗിയാണ് നേരിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ദൂരങ്ങളെല്ലാം ഓടി ഷഹദാഗിലെത്തി. അതൊരു ചെറിയ ഒരു പോയിൻ്റാണ്, രസകരമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഷഹദാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ കേബിൾ കാർ, അതുപോലെ തന്നെ നമ്മളിന്ന് പോകാൻ പോകുന്നത് റോളർ കോസ്റ്ററിലാണ്. ഈ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിട്ട് കാണാം, ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഒരു സ്കൂട്ടർ പോലെയൊക്കെ ഇങ്ങനെ ആൾക്കാർ പോകണത് കണ്ടോ. അതിങ്ങനെ നമ്മളൊരാൾ ഇരുന്ന് ആ റോളർ കോസ്റ്ററിൽ ഇങ്ങനെ പോവാം. കണ്ടോ കണ്ടോ കണ്ടോ, അതുപോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി സംഭവമാണ് നമുക്കിനി കാണാൻ പോകുന്നത്. പക്ഷെ നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. ഇനി ഞങ്ങൾ നേരെ റോളർ കോസ്റ്ററിലേക്ക് കയറാനായിട്ട് എല്ലാവരും കൂടി തയ്യാറായിട്ട് പോയി. ഈ റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ അവരൊരു ടോക്കൺ ടിക്കറ്റ് കാര്യങ്ങളുണ്ട്. ആ ടിക്കറ്റ് വെച്ചിട്ട് വെയിറ്റ് അനുസരിച്ചിട്ടാണ്. വെയിറ്റ് ഉള്ളവർക്ക് ഒരെണ്ണത്തിൽ ഒരാൾ മാത്രമേ കയറുള്ളൂ. വെയിറ്റ് കുറഞ്ഞവരാണെങ്കിൽ 2 പേർക്ക് വരെ പോവാം. അങ്ങനെയാണ് അവരതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും റെഡിയായി. കുറച്ച് പേരൊന്നും വന്നില്ല, പ്രജിത ആൻഡ് ടീമൊന്നും വന്നില്ല. രാജേഷേട്ടനൊക്കെ അങ്ങ് കയറി സെറ്റായി. കണ്ടില്ലേ, നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ട് അവർ ബെൽറ്റൊക്കെ ഇട്ടിട്ട് പക്കയാക്കി തരും. നമ്മൾ കയറി പോകുമ്പോൾ കയറ്റമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. തിരിച്ചിറങ്ങുമ്പോൾ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. സോ അങ്ങനെ നമ്മളിതിൽ ശ്രീകുമാർ സാറൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കുറേ പേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അതൊരു വെറൈറ്റി പരിപാടിയാണ്. ശ്രീരജിതയും ശ്യാമും ഒക്കെ ഇരുന്ന് അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. കയറുമ്പോൾ ഒന്നും ഒരു ടെൻഷനും ഇല്ല, കാരണം അത് കയറ്റമായതുകൊണ്ട് ഇങ്ങനെ പോകും. പക്ഷേ ഇറങ്ങുന്നത് ഒരു ഇറക്കമാണ്. വേണുഗോപാൽ സാറൊക്കെ അതിൻ്റെ അതേ ഒരു സ്പിരിറ്റിലെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കയറി. അങ്ങനെ നമ്മളുടെ ഗംഭീരമായിട്ടുള്ള റോളർ കോസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ ലെവലായിരിക്കും. ഇനിയുള്ള വിഷ്വൽസ് കബീറാണ് എനിക്ക് വേണ്ടി ക്യാമറയാണ്. താങ്ക് യു കബീർ. 2-3 പേര് റെഡിയായിട്ട് ഇവരാണ് ആ 2-3 പേര്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇവര് മിസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇത് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അതെ, നല്ല തണുപ്പുണ്ട്. സൂപ്പർ, താങ്ക് യു. വാവ്, ഇത് വേറെ ലെവലാണ് കേട്ടോ പരിപാടി. സൂപ്പർ, ഇത് ഗംഭീരം ലെവൽ, വേറെ മാതിരി റോളർ കോസ്റ്റർ ഗംഭീരം. നോക്കി, ബ്യൂട്ടിഫുൾ. എന്റെ ദൈവമേ, കൃഷ്ണ, സൂപ്പർ. കണ്ടോ, ബ്യൂട്ടിഫുൾ കേട്ടോ, ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. ഇതൊരു മിസ് ചെയ്യാതെ എല്ലാവരും കയറേണ്ടതാണ്. ഒരു പക്ഷേ എനിക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ 2 ബ്രേക്കും യൂസ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. പക്ഷെ അത് ഭയങ്കര സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു, മിസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ 2 ബ്രേക്സും യൂസ് ചെയ്യണം. ഇവിടെ ആക്ച്വലി ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം നമുക്കൊന്നും ചെയ്യേണ്ട. ഇത് തന്നെ നമ്മൾ വലിച്ചു കൊണ്ടുപോവുകയാണ്. സോ തിരിച്ചു വരുമ്പോൾ എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ പൊന്നു മോനെ മുട്ട, ഇത് അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് മിസ് ചെയ്യരുത്. അസർബൈജാൻ 100% ഞാൻ പറയുന്നു. ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയോടെ ഹെവി, അത്ര സൂപ്പർ. ഒരു നമ്മളെ വേറെ ലെവൽ, വേറെ ലോകത്തേക്ക് എത്തിക്കും. ഞങ്ങൾ പോന്നിരിക്കുന്നത് ഈ മെയ് ഇപ്പോൾ 25 ആവാൻ പോണു, 22, 23 ആവാൻ പോവാണ്. ആ ഒരു സമയത്താണ്. ആ സമയത്ത് തന്നെ അത്ര ബ്യൂട്ടിഫുള്ളാണ്. നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുമില്ല, എന്നാൽ തണുപ്പ് കുറവുമല്ല. ഒരു വല്ലാത്ത ഫീലുള്ള സമയം.
മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഞങ്ങളും എടുത്തൊരു സ്ലോ മോഷൻ വീഡിയോ. ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്. ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു കോട്ടൊക്കെ ഒപ്പിച്ചു റെഡിയാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ നേരെ പോവാണ്. ഇവിടെ ഏകദേശം നല്ല മഞ്ഞായി കേട്ടോ. ഇതിന്റെ ബാക്കിൽ കണ്ടോ ഒരു റിസോർട്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം അല്ലേ? ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി റിസോർട്ടാണ്, ഒരു മലയുടെ മുകളിൽ. ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. ഷഹദാഗ് വേറെ ലെവൽ സ്ഥലമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി താഴേക്ക് പോകണം. എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാം. ഈ വണ്ടിയുടെ രണ്ട് സൈഡിൽ രണ്ട് ബ്രേക്ക് ഇതുണ്ട്. നമുക്കത് ബ്രേക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതെല്ലാം അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. ഒന്ന് പേടിയാവും എന്നുള്ളത് ഒരു സംശയമില്ല. പക്ഷെ സംഭവം പൊളി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഭയങ്കര പേടിയാവും, പക്ഷെ ഒരു നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയാണ്. അടിപൊളി, ഭയങ്കര കാറ്റ്, ഭയങ്കര സ്പീഡ്. ഇന്റൽ മണി വേറെ ലെവലിൽ നിങ്ങളെ എക്സ്പീരിയൻസിനെ കൊണ്ടുവന്നു അല്ലേ? സൂപ്പർ സൂപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? എവിടെ അതെ, 10 രൂപയ്ക്ക് മേടിക്കുന്നതിൽ ഒരു നഷ്ടമില്ല. ഇതൊന്നും ഒരിക്കലും കിട്ടില്ല. മേടിച്ചോ, അല്ലെങ്കിൽ അതൊരു 10 രൂപയുടെ കേസുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? ആണോ? എങ്ങനെ 10 രൂപയുടെ കേസുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. പോകാൻ പറ്റും. കയ്യിൽ നിന്ന് കാശ് മുടക്കണം. പറ്റുമോ? ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു ഷഹദാബ്. ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഫീലാണ്. റോളർ കോസ്റ്ററും ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു രക്ഷയില്ല. അസർബൈജാൻ ബാക്കു വേറെ ലെവൽ, ഒന്നും പറയാനില്ല. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള പരിപാടി. ഇനിയും കാണാൻ ഒരുപാടുണ്ട് മക്കളെ. അങ്ങനെ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അസർബൈജാൻ തീർന്നിട്ടില്ല കേട്ടോ, ബാക്കു ഇനിയും ബാക്കിയുണ്ട്. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അടുത്ത എപ്പിസോഡിൽ പൊളിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ്.